ഈ അജിത് ഡോവലിൻ്റെ കേരളത്തിലെ രഹസ്യ സന്ദർശനം വലിയ നാടകീയ രംഗങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും അതിൻ്റെ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ISROയുമായിട്ട് ബന്ധപ്പെട്ടും ചില പിന്നാമ്പുറ വർത്തമാനവും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? നമ്മൾ ആദ്യമായിട്ട് സൈന്യത്തിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ കാണുന്ന ഒരു പരസ്യം, നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ ചവറ്റുകുട്ടയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ചവറ്റുകുട്ട പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ISROയുടെ 2 ദൗത്യങ്ങൾ തുടരെ പരാജയപ്പെട്ടു. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനോ അത് വിശദീകരിക്കുന്നതിനോ ISRO ചെയർമാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അദ്ദേഹവുമായിട്ട് ഉള്ള ഒരു അപ്പോയിൻമെൻറ്റ് പ്രധാനമന്ത്രി നിരസിക്കുകയാണ് ഉണ്ടായി എന്ന് ഉപശാലകളിൽ സംസാരമാണ്. എന്തായാലും ISRO ചെയർമാൻ പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത് നമ്മളാരും അറിയിച്ചിട്ടല്ലല്ലോ. പ്രധാനമന്ത്രി നിരസിക്കുന്നത് നമ്മളെയൊന്നും അറിയിച്ചില്ല. അങ്ങനെ ഉപശാലകളിലുള്ള സംസാരമാണ് ISRO ചെയർമാനെ അദ്ദേഹം കാണാൻ തയ്യാറായില്ല എന്നുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, ISROയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം പരാജയപ്പെട്ടപ്പോഴത്തേക്ക് വിങ്ങി പൊട്ടിക്കരയുന്ന ശ്രീ ശിവനെ അദ്ദേഹം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം കൂടെ നമ്മളതിലുണ്ട്. അപ്പോൾ ഈ 2 പരാജയങ്ങളും തമ്മിൽ സാമ്യതകളില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒന്നുമില്ലെങ്കിലും നരേന്ദ്രമോദിജിയുടെ വ്യൂ പോയിന്റിൽ ഇവർക്ക് തമ്മിൽ സാമ്യമില്ല. രണ്ടാമതൊരു പരാജയം വീണ്ടും നടക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു സബോട്ടേഷ് അവിടെ പ്രതീക്ഷിച്ചിട്ടായിരിക്കണം അജിത് ഡോവലിനെ പോലുള്ള ഒരാൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചത്. നമ്മൾ ISRO എന്ന് പറയുമ്പോഴത്തേക്ക് വിമാനം അല്ല, നമ്മൾ സ്പേസ്, റോക്കറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സെക്ഷൻ മാത്രമാണ്. സ്പേസ് ക്രാഫ്റ്റ്, റോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്ഷനാണ്. ഇവയ്ക്ക് ഉപയോഗിക്കുന്ന ഇതേ ടെക്നോളജി തന്നെയാണ് നമ്മുടെ ബ്രഹ്മോസിനായാലും ആകാശിനായാലും അഗ്നിക്കായാലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതേ ടെക്നോളജി തന്നെയാണ്. നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് പല ഉപരോധങ്ങൾ അതിജീവിച്ചപ്പോഴും നമ്മൾ ആ സമയത്തെല്ലാം നമ്മളുടെ സ്പേസ് ടെക്നോളജിയിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പേസ് ടെക്നോളജി വികസിപ്പിച്ച് അതിൻ്റെ കൂടെ നമ്മളുടെ മിസൈൽ ടെക്നോളജി നമ്മൾ പരിപോഷിച്ചാണ് വന്നത്. APJ അബ്ദുൽ കലാം ISROയുടെ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതും അദ്ദേഹം ഇന്ത്യൻ മിസൈൽ മാൻ ആയി ഉള്ളതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സാറിന് മനസ്സിലാവുമല്ലോ. അതായത് നമ്മൾ ISROയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജിയും പൈസയെല്ലാം വേറൊരർത്ഥത്തിൽ ഡിഫൻസിൻ്റെ ഒരു അസറ്റായിട്ട് കൂടെ വരികയാണ്. 2 മന്ത്രിമാരുടെ കീഴിലാണെങ്കിലും 2 പേരും ഒറ്റ കൈയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ ഉണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു മിഷനിലുണ്ടായ ഒരു വീഴ്ച, അതിൻ്റെ മാത്രം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസിൻ്റെ ഒരു ഉപഗ്രഹമാണ് നശിച്ചു എന്നുള്ളതും അതിൻ്റെ പ്രാധാന്യം ഒരുപാട് കൂട്ടുന്നു. അപ്പോൾ നമ്മുടെ കാർഗിൽ യുദ്ധത്തിലൊക്കെ തന്നെ നമുക്ക് GPS തരാൻ അവർ തയ്യാറായിട്ടില്ലായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്നും ടെക്നോളജി നമ്മൾ കടം വാങ്ങുന്നതിന് പകരം ഇത്രയും കാലം നമ്മൾ ഇന്ത്യയെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലോട്ട് പോകുന്ന സമയത്ത് ഇത്തരമൊരു പിന്നോട്ടടി നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനകത്ത് അതിൻ്റെ ഞാൻ പറയുന്നത് അതിൻ്റെ ആ പോയ ഉപഗ്രഹങ്ങളുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ പൈസ വെച്ചിട്ട് നമ്മുടെ ഇത്രയും വർഷത്തെ നമ്മുടെ പ്രതിരോധ രംഗത്ത് നമ്മൾ നടത്തിയിട്ടുള്ള നമ്മളുടെ മുന്നോട്ട് ഉണ്ടാകേണ്ട കാര്യങ്ങൾ പുറകോട്ടടിക്കുമ്പോഴത്തേക്ക് അതിന് ആ പൈസയുടെ മാത്രം വിലയല്ല, അതിനേക്കാളും മറ്റൊരുപാട് വില അതിനകത്തുണ്ട്. കാര്യം ഇത്രയും ഒരു ഉപഗ്രഹം ഇനി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ എത്ര വർഷം എടുക്കും? നമ്മൾ അത്രയും വർഷം പുറകോട്ട് പോവുകയാണ്. 2 വർഷം കൊണ്ടായിരിക്കും ഈ ഉപഗ്രഹങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പൈസയ്ക്ക് പകരം നമ്മൾ 2 വർഷം പുറകോട്ട് പോയി. മറ്റു രാജ്യങ്ങൾ 2 വർഷം മുന്നോട്ട് പോയി. അപ്പം മൊത്തം നമ്മുടെ നഷ്ടം 4ആണ്. 2 4. അപ്പോൾ ഇത്തരം ഒരു കാര്യം, അത് തുടർച്ചയായിട്ട് 2 ദൗത്യങ്ങൾ പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ ഇന്നലെ വീണ്ടും ചൈനയുടെ 2 ദൗത്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ചിലപ്പം കാണുമായിരിക്കും. എന്തായാലും ആ ഒരു കാര്യം കേന്ദ്ര സർക്കാർ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടായിരിക്കണം അജിത് ഡോവലിനെ പോലുള്ള ഒരു സൂപ്പർ കോപ്പിനെ കേരളത്തിലോട്ട് അയച്ചത്. അദ്ദേഹത്തിന്റെ റുട്ടീൻ സന്ദർശനം നടത്തി അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹം അതിന് വേണ്ട റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും അജിത് ഡോവൽ എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനും കന്യാകുമാരി ദേവിയെ ദർശിക്കാനും ഒന്നും സമയം കണ്ടെത്തുന്ന ഒരാളല്ല. വരുമ്പോഴത്തേക്ക് അതൊക്കെ കണ്ടിരിക്കാം. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് എന്തായാലും ഡൽഹിയിൽ നിന്ന് വിമാനം പിടിച്ച് ഇതുവരെ വരുന്ന ഒരാളായിരിക്കും.
എന്തായാലും നേരത്തെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒരു ചാരക്കേസ്. ഒരു ചാരക്കേസാണ് ISROയുടെ ഒരു ചാരക്കേസ്. അപ്പോൾ ഈ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കേരള രാഷ്ട്രീയത്തിന് ഒരു തലവേദനയാണ്. അത് വീണ്ടും ഒരു തലവേദനയായിട്ട് വരുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് സംശയമുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ച മാതിരി അതിനകത്ത് ഇതുപോലുള്ള ഞാൻ തുടക്കത്തിൽ ഒരു സ്പൈ നടക്കുന്നുണ്ട്. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച മാതിരി നമ്മളുടെ ഏത് ഡിഫൻസ് വെഞ്ചറിനകത്ത് നമ്മൾ ഏത് മുന്നേറ്റത്തിനോടൊപ്പം നമ്മളൊരു സ്പൈയും കൂടെ പ്രതീക്ഷിക്കണമെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ നമ്മൾ കൂടെ ഉള്ള ആളായിരിക്കാം. ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരു ഓഫീസർ ആണെങ്കിൽ പോലും കീപ്പ് ആൻ ഐ ഓൺ ഹിം എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകനാണെങ്കിലും നിങ്ങളുടെ ഓഫീസർ ആണെങ്കിലും അയാളുടെ നീക്കങ്ങളിൽ ഒരു കണ്ണ് വയ്ക്കാനാണ് നമ്മളൊക്കെ ആദ്യമേ പഠിപ്പിക്കുന്നത്. നമ്മൾ മുമ്പ് നിൽക്കുന്നവന്റെ തോക്ക് പുറകോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളായിരിക്കും വെടിവെക്കുന്നത്. അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മുമ്പ് നിൽക്കുന്ന ആളുടെ മൂവ്മെന്റും നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ ആ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളുണ്ടാവും. അത് ആളെ കണ്ടെത്തിയില്ലെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ആവും. ഇത് വീണ്ടും റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ ഒരാളുണ്ടാവും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഒരു പരാജയം ഉണ്ടാവും, അപ്പോൾ ഒരാളുണ്ടാവും, നമുക്ക് സംശയം ഉണ്ടാവും. ആ പരാജയം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഈയിടയ്ക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ നിരവധി പേരെ നമ്മൾ ചാരന്മാരെ നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് വിശാഖപട്ടണം നേവൽ ബേസിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പല മിലിറ്ററി ഏരിയകളിൽ ഈവൻ DRDOയുടെ തന്നെ വലിയ സീനിയർ സയൻറ്റിസ്റ്റ് ഹണി ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യത്തിലല്ല നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്ത് മിലിറ്ററി ജിഹാദും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ISROയുടെ ചില ഉദ്യോഗസ്ഥന്മാരെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനമായിട്ട് നമ്മൾ കണക്കാക്കി നോക്കുമ്പോഴത്തേക്ക്, മാത്രമല്ല കഴിഞ്ഞ 10-15 വർഷത്തെ നമ്മൾ ചരിത്രം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ജിഹാദി ഗ്രൂപ്പുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു കാലത്ത് ജോലി ഇല്ലാതെ നടന്നവരും കള്ളക്കടത്തുകാരൊക്കെ ആയിരുന്നു ജിഹാദി ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ സ്നൈപ്പേഴ്സ്, അങ്ങനെയൊക്കെയുള്ളവരായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയ്ക്ക് ശേഷം, പ്രത്യേകിച്ച് ISന്റെ ഒരു ഉണർവിന് ശേഷം നമ്മൾ കാണുന്നത് അവർ ഹൈടെക് ആയിട്ടുള്ള ആൾക്കാരാണ് അവരെപ്പോഴും ഹയർ ചെയ്യുന്നത്. അത് ഡോക്ടേഴ്സ് ആവാം, എൻജിനീയേഴ്സ് ആവാം, ഡെന്റൽ ഡോക്ടേഴ്സ് ആവാം, ഫാർമസിസ്റ്റുകളാവാം. കാര്യം ഇവർക്കൊക്കെ ഇത്തരം സാധനങ്ങളും എക്യുപ്മെന്റ്സും കൈകാര്യം. ഇപ്പോൾ ഒരു സർജൻ ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ടാവും, ഒരുപാട് ട്രെയിനിങ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഒരു എഞ്ചിനീയർ ആകുമ്പോഴത്തേക്ക് അയാൾക്ക് ഒരു സ്ഫോടക വസ്തു കൃത്യമായിട്ട് മാനുഫാക്ചർ ചെയ്യാനും അതിൻ്റെ അപകടങ്ങൾ മുൻകൂട്ടി കാണാനും അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും എല്ലാം സാധിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഡൽഹി സ്ഫോടനത്തിൻ്റെ കൂടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവർ പ്ലാൻ ചെയ്തിരുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇന്ത്യയിൽ തന്നെയുള്ള ഏകദേശം 80ഓളം കഫറ്റീരിയകളുണ്ട് സ്റ്റാർബക്സുമായിട്ട്. ഈ സ്റ്റാർബക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ നമ്മൾ ഇത് മുന്നോട്ട് ആലോചിക്കുമ്പോഴത്തേക്ക് ഇവരെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ജൂതന്മാരുടെ ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവരെപ്പോഴും ടാർഗറ്റ് ചെയ്യും, ജിഹാദികൾ. അതിൽ ഈ ഒരു ജൂതനാണ് ഈ സ്റ്റാർബക്കിൻ്റെ സ്ഥാപനം ഓണർ. രണ്ടാമത്തെ അവർക്ക് ഏറ്റവും വിരോധമുള്ള മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞ സമുദായം എന്ന് പറഞ്ഞാൽ പാഴ്സികളാണ്. നമ്മൾ പലപ്പോഴും പാഴ്സികളും മുസ്ലിങ്ങളും തമ്മിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവിടെയൊക്കെ ഞാൻ എഴുതി വായിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ദിരയുടെ ഭർത്താവ് പാർസിയാണ്, അയാൾ മുസ്ലിം ആണെന്ന് പറഞ്ഞു. പാർസിയിൽ ഒരിക്കലും മുസ്ലിം ഉണ്ടാവില്ല. നമ്മൾ പാർസി മതത്തിലോട്ട് ചേരാനും പറ്റത്തില്ല. നമ്മൾ പാർസി സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് ഒരു നമ്മളെ പാർസിയായിട്ട് അവർ അംഗീകരിക്കത്തില്ല. അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു മതമല്ല. പാർസികളും ജൂതന്മാരും അങ്ങനെ മാറ്റാൻ പറ്റുന്ന മതക്കാരല്ല. അപ്പോൾ ബോംബെ ആക്രമണത്തിൽ തന്നെ താജ് ഹോട്ടൽ അവർ ടാർഗറ്റ് ചെയ്തതിന് കാരണം ടാറ്റ പാർസി ആണെന്നുള്ളത് തന്നെയാണ്. സ്റ്റാർബക്ക് ഹോട്ടലുകളുടെ കഫറ്റീരിയകളുടെ കാര്യം വരുമ്പോഴത്തേക്കും അവർ നോക്കുന്നത് പാർസികളും ജൂതന്മാരും ചേർന്ന ഒരു സമുദായം. അപ്പോൾ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം സ്റ്റാർബക്കിനൊക്കെ ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് സ്പൈ എന്ന് പറയുന്ന സാധനം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഒരു പുതിയ ഒരു മുന്നേറ്റം, പുതിയൊരു സംരംഭം ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ അവർ ഒരു സ്പൈയും കൂടെ, അല്ലെങ്കിൽ നമ്മൾ മോൾ എന്ന് പറയും, ചാരന്മാരുടെ ഭാഷയിൽ അത് മോൾ എന്ന് പറയുന്നത്, അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് എങ്ങനെ വളരുന്നു,
എവിടെ ആക്ട് ചെയ്യുന്നു, എങ്ങനെ അത് നമുക്ക് നാശം ഉണ്ടാക്കുന്നു എന്നുള്ള മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ണുള്ള ഒരാൾ എപ്പോഴും നമ്മൾ സംശയദൃഷ്ടിയോടെ കൂടെ ഉള്ളവരെയും അടുത്തുള്ളവരെയും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം നമുക്ക് ISROയിൽ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ടാവുകയും അത് റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ 2 കാരണങ്ങൾ ഉണ്ടാവുകയും ആ കാരണങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇതൊരു ISROയുടെ തകർച്ചയിലോട്ട് പോകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത്രയും വലിയ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനെ നേരിട്ട് അന്വേഷിച്ച് തൽസ്ഥിതി അറിയിക്കാൻ വേണ്ടിയിട്ട് വിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുരുള അഴിയും അല്ല, അത് ഫിക്സ് ആയിട്ടായിരിക്കണം അദ്ദേഹം പോയത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കപ്പൽ വിൽക്കാൻ നടക്കുന്ന ഒരാളല്ലല്ലോ. അജിത് ഡോവൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം വന്നത്. കൃത്യമായിട്ട് കിട്ടേണ്ട ആളെ കിട്ടിക്കാണും, അല്ലെങ്കിൽ കിട്ടേണ്ട ഇൻഫർമേഷൻ കിട്ടിക്കാണും. അത് പ്രധാനമന്ത്രിക്ക് കൊടുക്കാനാണ് അയാൾ പോകുന്നത്. അല്ലാതെ വെറും കൈയോടെ തിരുവനന്തപുരത്ത് നിന്ന് ബോളി വാങ്ങിച്ചുകൊണ്ട് ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വലിയ പാടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.